ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കപ്സ ഉണ്ടാക്കണം കേട്ടോ. കപ്സ കുറേ ആയി ഓള് പറയും, നോക്ക് കപ്സ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പത്തിരി ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇന്ന് കപ്സയാണ്. അപ്പോൾ കപ്സൻ്റെ അരി നമുക്ക് ആദ്യം വെള്ളത്തിലിടണമല്ലോ. അപ്പോൾ ഒന്ന് വെള്ളത്തിലിടാം കേട്ടോ. ഇത് ഫുള്ളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിൽ കുറച്ച് ഞാൻ മാറ്റി വെക്കുക കേട്ടോ. കൂടുതലുണ്ടായാലും ഞങ്ങൾ ഈ മൂന്നാളല്ലേ. ഇപ്പോൾ ഈ ചൂടുള്ള കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതൊക്കെ കേട് വരും, ഭയങ്കര ചൂടടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മതിയല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അടിച്ചമർത്തി പോവുക കേട്ടോ. ഇത്ര ഞാനിതിന് എടുത്ത് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇതാ, അപ്പോൾ ഞാൻ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് കുതിർക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുന്നേ നമുക്ക് വെള്ളം ഒഴിച്ചത് കുതിർന്ന് വന്നിട്ട് വേണം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കാൻ. അപ്പം ഞാൻ ഉണ്ടാക്കണേ നമ്മളെ സൺഫ്ലവർ ഓയിൽ കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നമ്മൾ കപ്സൻ്റെ ഒക്കെ റെഡി ആക്കുകയാണ്. കപ്സൻ്റെ കാലയിക്കോട്ടെ. അപ്പോൾ നമുക്ക് സ്നാക്ക് അതേമാതിരി ചെറുമട്ടത്തിൽ സ്നാക്ക് ഒന്നും ഉണ്ടാക്കാം. ഇത് കപ്സിയിലുള്ള ഓയിൽ തന്നെയാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ വിചാരിച്ചത് എന്തെന്നറിയാം, ഇവിടെ എന്താ ഇപ്പോൾ ഒരു ഗ്യാസ് ഒന്നും എടുക്കണില്ല എന്നല്ലേ. ഗ്യാസ് വേണ്ടതാ. നല്ല അടിപൊളി നല്ല വിറകുണ്ട്. വിറക് കുറേ ചെതലടിക്ക് പോവുക. അപ്പോൾ ചെതൽ പിടിച്ചുകൊണ്ട് നശിപ്പിക്കണ്ടല്ലോ. പിന്നെ നല്ല സുഖമാണ്. നമ്മളിപ്പോൾ ഒരു അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ഒന്നും പാത്രം വേണ്ട, ഒക്കെ മണ്ണ്. ഞാൻ പറഞ്ഞില്ലേ, എന്താ ഞങ്ങളെ ചുങ്കത്രയിൽ നിന്ന് ഉണ്ടാക്കണ മണ്ണിൻ്റെ പാണ്ടിക്കലം, അവിടുത്തെ കലങ്ങൾ അതാണത്. നല്ല അടിപൊളിയാണ്. ഇതിൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ദമ്മിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ അതിൽ വരിക. അപ്പോൾ ഇനി നമുക്കിതാ ഉള്ളി, കൊച്ചുള്ളി എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ കൊച്ചുള്ളി ഇതിൽ ആഡ് ചെയ്തിരിക്കണേ. വെളുത്തുള്ളി, ഇഞ്ചി, മുളകും. ഞാനാക്കണേ മസാലകളൊക്കെ ഉള്ളി ഇഞ്ചി ആ പേസ്റ്റിട്ട് ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കേട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ ചിക്കൻ ഇങ്ങനെ ഓരോന്നാക്കിട്ടെ നമുക്ക് ചിക്കൻ അങ്ങനെയൊക്കെ ഒന്ന് ബോയിലാക്കി എടുക്കാം കേട്ടോ. കുറച്ച് ഒന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് റൈസൊക്കെ കഴുകിയിടാം. ഞാനിതിക്ക് കുറച്ച് കുരുമുളക് പൊടിയായിട്ട് ആഡ് ചെയ്യണത്. ഒരു ഇച്ചിരി കുരുമുളക് പൊടിയുണ്ട് ആഡ് ചെയ്യട്ടെ. പിന്നെ ജീരകത്തിൻ്റെ ഉണ്ടല്ലോ, അത് ഞാനൊരു ഇത്തരം ഇടട്ടെ കേട്ടോ. കുറച്ച് കോഴി ഇതാക്കുമ്പോൾ എന്തായാലും വേണം. അപ്പം നമുക്ക് വെറൈറ്റി ടേസ്റ്റ് കൂടെ വന്നോട്ടെ. ഇതിൻ്റെ കെച്ചപ്പ് ഒന്ന് ആഡ് ചെയ്യാം. കെച്ചപ്പിന് ഇനിയും ഇഷ്ടം എന്താ ആഡ് ചെയ്യട്ടോ വേണമെങ്കിൽ, പക്ഷെ നമുക്ക് തന്നെ മതി. ഞാൻ കപ്സൻ്റെ മസാല മെയിനോ അല്ലേ, മെയിനാക്കൂല കേട്ടോ. അതെ, കപ്സ മസാല മെയിൻ എന്നാ പറഞ്ഞാൽ ഈ മസാല കപ്സക്കുടുവിൻ്റെ ഒക്കെ മസാല ഇതാ. പിന്നെ നമുക്ക് ഇതാക്കള് ഉണങ്ങിയ നാരങ്ങയുടെ ഇനി ഒന്ന് ഇതാ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ കണ്ടോ, ചിക്കനൊക്കെ ഏകദേശമായി. റൈസ് ഉണ്ടല്ലോ, റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഓലടിച്ചിനോ? നല്ല പുളി ഉണ്ടാവും. ചൂടായിട്ടാണ് ചടിക്കാൻ മാങ്ങയൊക്കെ, പച്ചമാങ്ങയൊക്കെ അടിക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഇത് ഓൾറെഡി ചൂടാക്കിങ്ങാണ്ട് നമ്മൾ അടുപ്പിൽ ചൂടാക്കി വെച്ചാൽ ആദ്യം ഇതിങ്ങനെ അടുപ്പത്ത് ചൂടത്ത് വെക്കണൊരു വെള്ളമാണ്. അപ്പോൾ അതാക്കണ ഇതിനനുസരിച്ച് നമുക്ക് ഈ റൈസ് വേവണമല്ലോ, അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇതിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്.
ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഇതുണ്ടല്ലോ, നമ്മൾ നെയ്ച്ചോർക്കു ബിരിയാണിക്ക് മസാല കൂട്ടുമ്പോൾ ഇടണം കേട്ടോ. അതും ഞാനൊന്ന് ഇട്ടിക്കണം. ഇനി നമ്മൾ ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറച്ച്. ഇന്നലെ നമ്മൾ സാധാ ചോറും നമ്മൾ വെറൈറ്റി പത്തിരി വേണ്ട എനിക്ക് വേണോ? എനിക്കത് മതി. മതി. ഉപ്പ് നമ്മൾ കറക്റ്റ് ആണോ നോക്കുക. ഇനി അടച്ചു വെക്കുക. ആ ഇല എടുത്തു തരണം കേട്ടോ അതിലേക്ക് ഇടാൻ. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണ ഇതുണ്ടല്ലോ, നമ്മൾ നെയ്ച്ചോർക്കു ബിരിയാണിക്ക് മസാല കൂട്ടുമ്പോൾ ഇടണം കേട്ടോ. അതും ഞാനൊന്ന് ഇട്ടിക്കണം. ഉമ്മ ഈ വത്തക്കോക്കി ശരിക്കും നമ്മുടെ ഉള്ളില് വെള്ളം മഞ്ഞണ്ടല്ലേ? ഇതൊക്കെ എന്ത് കളർ? എന്ത് വത്തക്കയാ ഇത്? പുറം മഞ്ഞ, ഉള്ളില് ചുവപ്പ്. മറ്റേത് ഉള്ള് ഇത്. നമുക്കിപ്പോ ഒന്ന് കഷ്ണം വെട്ടിയിട്ടേ വെക്കാം. വത്തക്ക ജ്യൂസ് അടിക്കണത്, മാങ്ങ ജ്യൂസ് അടിക്കണ്ടോ? ഉണ്ട്. അങ്ങനെ കഷ്ണാക്കി കഴിച്ചാൽ പോരെ? എന്നാ അത് വത്തക്ക ഇങ്ങനെ ചെറിയ കഷ്ണം വെട്ടിയിട്ടാണ് മതിയോ? ഇടണോ? വേണോ? ഇതും കൂടി കെട്ട്. വത്തക്ക എൻ്റെ കപ്സല്ലേ? അപ്പം മാങ്ങ ജ്യൂസ് അടിക്കാൻ ഫ്രൂട്ട്സിൻ്റെ പണികളൊക്കെ ഓളാട്ടോ. മാങ്ങ ജ്യൂസ് അടിക്കുന്നത് മൂവാണ്ട മാങ്ങയാണ്. ഏതാണ്ടോ എല്ലാം മൂവാണ്ട മാങ്ങ. അപ്പോൾ ഇതാക്കണം. ഇത് ഇങ്ങനെ ഓള് വെട്ടി റെഡിയാക്കി വെച്ചെന്ന് പറയും. ഈ പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചത്. ഇതിൽ വത്തക്കയും എന്താ മുന്തിരി, ഓറഞ്ചും മുസമ്പിയൊക്കെ ഇങ്ങനെ വെച്ചാൽ അത് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ തണുക്കാനാണ്. എന്നിട്ട് പിന്നെ നമുക്ക് പാത്രത്തിൽ ഡെക്കറേഷൻ ചെയ്യാം, പാത്രത്തിൽ ഇടാം. ഇപ്പോൾ ഇതാക്കണ മാങ്ങ അതേപോലത്തെ മാങ്ങന്റെ തൊലിയൊന്നും കളയണില്ല കേട്ടോ. ഫസ്റ്റ് അതിനെന്താ പറയുക, ഫസ്റ്റത്തെ തീരെ മാങ്ങന്റെ തൊലിയൊന്നും കളയില്ല. പിന്നെ മാങ്ങ കിട്ടിയാകുമ്പോൾ പിന്നെ നമുക്ക് തൊലിയൊന്നും വേണ്ടി വരൂല. കുറച്ച് ജ്യൂസൊക്കെ വളവാക്കിയാണേ ഫുള്ള്. കുറച്ച് പിന്നെ കസ്കസ് ഞാനിവിടെ തണുക്കട്ടെ അല്ലേ? അടിപൊളിയായി. അതിനൊക്കെ ഇട്ടല ഐസ് കെട്ടിട്ടാലും അങ്ങോട്ട് ആവൂലേ പിന്നെ. ഇപ്പൊ നമ്മൾ ചോറ് ഇതാക്കണം കേട്ടോ. നമ്മളെ കപ്സ് ഇതാക്കണ ഏകദേശം വേവൊക്കെ ആയി കേട്ടോ. ഇപ്പൊ തീ അധികം ഒന്നും കത്തിക്കാതെ ഒരു ചെറിയല്ലോ തീ അടുപ്പിന് തീയില്ല. കുറച്ചും കൂടി ഇട്ടതാ. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ വേവിക്കണം. നല്ലോണം കത്തിക്കണ്ട. ഇനി നമുക്കിതൊന്ന് ഈ ഒരു വേവിൽ തീയിലിങ്ങനെ വേവിച്ചെടുക്കാം. ഓള് അടിച്ച ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസ് മറ്റേ താത്താക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഓൾ കൊണ്ടുപോയി കൊടുക്കാൻ പോകണ്ട. പിന്നെ ഇത് ഒക്കെ ദമ്മിട്ട പോലെ തന്നെ ഇതിനുണ്ടോ ആ കണലിൽ ഇങ്ങനെ വെച്ചേക്കാണ്. ഇപ്പൊ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. ഇനി എടുത്തുകാട് ഉണ്ടാക്കിയാട്ടോ ഇങ്ങനെ കഴിക്കണം. പൊട്ടിയൊക്കെ ചെയ്തിക്കണം. ഇതാണ്ടോ എന്നാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവേ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയതാണത് കണ്ടോ. കുറച്ച് ഇതെടുത്തുകാണ്ട് ഇതിനെ എടുത്തുകാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. പെട്ടെന്ന് അതാണ് നമ്മളെ കട്ലറ്റൊക്കെ ഇങ്ങനെ. കട്ലറ്റൊക്കെ നല്ല സോഫ്റ്റ് ആണേ. മണ്ട് അമ്മക്ക് അവിടെ ഒരിക്കൊരു കുറച്ച് ചോറ് വെക്കട്ടെ. ജ്യൂസും കൊടുക്കട്ടെ കേട്ടോ. അത് ഒറ്റക്കുള്ളൂ കേട്ടോ, വീട്ടിൽ വേറെ ആരും ഇല്ല. ഉറങ്ങിയോ?
ഉള്ളി വടക്ക് വേറെ പാത്രം വെക്കണം. അത് മതി. ഉള്ളി പൊരിച്ചത്. ഇതെന്താ മാംഗോ ജ്യൂസ്? ആ ഉള്ളി പൊരിച്ചതാണ് മാ. ഉള്ളി വെച്ചത് മാംഗോ ജ്യൂസ് ഒക്കെ ഉണ്ട്. തരിക്കഞ്ഞും ചെറുത്ത് വെച്ചാൽ തരിക്കഞ്ഞി ഒഴുക്ക് വേണ്ട. നിങ്ങൾക്കൊന്നും വേണ്ടല്ലോ. ഫ്രൂട്ട്സ് തണുത്തിട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതേന്. ഇതൊക്കെ ഓട വെച്ചത് ഒക്കെ തണുത്തിക്കണ്. പിന്നെ നല്ല തണുപ്പോടെ ഫ്രീസറിൽ വെച്ചേക്കേന്. ഇങ്ങനെ ഇത് പരുമല്ല. ഇന്ന് നമ്മള് പത്തിരി പരിപാടി ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് കപ്സയാണ്. കപ്സ പിന്നെ മാങ്ങോണ്ട് ജ്യൂസ് അടിച്ചു. പിന്നെ ലെമൺ ജ്യൂസ് ഉണ്ടായി എടുത്തിട്ടില്ല. പിന്നെ അതായത് ഇത് സ്പെഷ്യല് കുഞ്ഞാമാൻ്റെ സ്പെഷ്യലാട്ടോ. അവിടുത്തെ താത്താൻ്റെ സ്പെഷ്യലാണ്. ഇത് നമ്മൾ ഇതാക്കണേ ഇങ്ങനെ കാണിച്ചതിന് ഒക്കെ ഓരോന്ന് മതി. എനിക്ക് കൂടുതലൊന്നും വേണ്ട. പിന്നെ ഫ്രൂട്ട്സ് അപ്പോൾ ഇതാ വേണ്ടോ. ഞാൻ ചട്ടി ഇതേപോലെ തന്നെ കൊണ്ടുവന്നിക്കുകയാണ്. അപ്പോൾ അതിന് ആവശ്യത്തിന് എടുത്താൽ പിന്നെ വേറെ പ്ലേറ്റിലേക്ക് എടുത്തുങ്ങാണ്ട് എടുക്കുമ്പോൾ എന്താ സംഭവം എന്ന് പറയാം. പിന്നെ ആ പ്ലേറ്റത്തെ നമ്മൾ ചോറ് തീക്കുമ്പോൾ കേട് വരും. അതിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ തന്നെയല്ലേ നമ്മൾ തന്നെയാണ് എടുക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ പറയാം നമ്മളെല്ലാവരും ഇനിയിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് കഴിക്കുമ്പോൾ എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ കൊച്ചു ബെൽബട്ടൺ അടിച്ചമർത്തി പോകാട്ടോ. ബൈ. നമ്മളെ ഷോർട്സ് വീഡിയോ ഉണ്ട്. ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പഴയ എടുത്ത വീഡിയോസ് ഒക്കെ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉച്ചക്ക് ചില സമയത്ത്. അല്ലാതെ പിന്നെ നോമ്പിന്റെ അടുപ്പ് നമുക്ക് സ്പെഷ്യലായിട്ട് ഇപ്പൊ ഇടുന്നത് നോമ്പിന്റെ വീഡിയോസ് ആണ്. അല്ലാതെ നമ്മള് പഴയ വീഡിയോസ് എപ്പോഴും ഇടയിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്.